വിശ്വപൗരനായിരുന്ന ശശി തരൂര് ഇപ്പോൾ ഒരു കൊട്ടാരം വിദൂഷകന്റെ വേഷത്തിലാണ്. രാജസദസ്സിൽ രാജാവിനെയോ അല്ലെങ്കിൽ ചക്രവർത്തിയോ വാഴ്ത്തി പുകഴ്ത്തുക, പ്രശംസിക്കുക, ഇതൊക്കെയാണ് ഒരു കൊട്ടാരം വിദൂഷകന്റെ പ്രധാനപ്പെട്ട ജോലി. ചിലപ്പോൾ അവരെയൊക്കെ രസിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഫലിതങ്ങൾ പറയുകയും വേണം. അല്പസ്വല്പം ബുദ്ധിയുള്ളവർക്കേ ഇത് സാധിക്കത്തുള്ളൂ. രാജാവിനെ ചിരിപ്പിക്കുക, അല്ലെങ്കിൽ രാജാവിനെ ഇഷ്ടപ്പെടുന്ന രീതിയിൽ സ്തുതിവചനങ്ങൾ പറയുക, അതിലേക്ക് അല്പം ബുദ്ധി വേണം. പക്ഷെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, ഈ വിദൂഷകൻ എത്ര ബുദ്ധിശാലിയാണെങ്കിലും അല്ലെങ്കിൽ ബുദ്ധിജീവിയാണെങ്കിലും ഒരു പ്രശംസ പറച്ചിലിനപ്പുറം അല്ലെങ്കിൽ ഒരു തമാശക്കാരൻ എന്നതിനപ്പുറം അദ്ദേഹത്തിന്റെ വർത്തമാനങ്ങൾക്ക് രാജാവോ അല്ലെങ്കിൽ രാജസദസ്സിലുള്ളവരോ വലിയ പ്രാധാന്യമൊന്നും കൽപ്പിക്കാറില്ല. അതേസമയം ചിലപ്പോൾ ചില ചില്ലറ ഒരു മടിശ്ശേരിയിലാക്കി ഒരു സമ്മാനം എന്ന നിലയിൽ എറിഞ്ഞു കൊടുക്കുകയും ചെയ്യും. ചിലപ്പോൾ ചില സ്ഥാനമാനങ്ങൾ, പദവികൾ ഒക്കെ അനുവദിച്ചു കൊടുക്കും. അതാണ് ഒരു വിദൂഷകന്റെ, രാജസദസ്സിലെ ഒരു വിദൂഷകന്റെ റോൾ എന്ന് പറയുന്നത്. ഇപ്പോൾ ആ റോളിലാണ് നമ്മുടെ ശശി തരൂർ. അതായത് ഇപ്പോൾ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഒരു സ്ഥിരം സ്തുതിപാഠകനായിട്ട് മാറിയിരിക്കുകയാണ്. BJPയിലെ വാഴ്ത്തുപാട്ടുകാരെയൊക്കെ ബഹുദൂരം പിന്നിലാക്കിക്കൊണ്ടാണ് നമ്മുടെ തരൂർജി ഇപ്പോഴേ മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ രാംനാഥ് ഗോയങ്ക സ്മാരക പ്രഭാഷണം ഉണ്ടായിരുന്നു. ഇന്ത്യൻ എക്സ്പ്രസിന്റെ മുൻകാല പത്രം സംഘടിപ്പിച്ച ചടങ്ങ്. അതിന് ക്ഷണമുണ്ടായിരുന്നു നമ്മുടെ തരൂരിന്. പക്ഷെ അദ്ദേഹത്തിന് കടുത്ത ജലദോഷവും ചുമയുമായിരുന്നു. സാധാരണഗതിയിൽ ചുക്കു ചേർത്ത കരിപ്പട്ടി കാപ്പിയും കുടിച്ച് ഈ ഡൽഹിയിലെ കുടിലില് പുതച്ചു മൂടി കിടന്ന് ഉറങ്ങേണ്ടതാ. പക്ഷേ പ്രസംഗിക്കുന്ന ആരാ? നമ്മുടെ പ്രധാനമന്ത്രി മോദിയാ. പോകാതിരിക്കാൻ പറ്റുമോ? പിറ്റേന്ന് ഇന്ത്യൻ എക്സ്പ്രസിൽ വരുന്ന വാർത്ത വായിച്ചിട്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും TV ചാനലിലെ ക്ലിപ്പ് കണ്ടിട്ടോ മോദിയെ ഈ പ്രസംഗത്തിന്റെ പേരിൽ ഒന്ന് സ്തുതിക്കുന്നതിനേക്കാൾ വെയിറ്റ് അശ്വമുഖത്ത് നിന്ന് തന്നെ പ്രസംഗം കേട്ട് പ്രശംസിക്കുന്ന അത് കുറച്ചുകൂടി ഒരു ഗുമ്മ കിട്ടും. അതുകൊണ്ട് എന്ത് ചെയ്തു? തണുപ്പിനെയും ജലദോഷത്തെയും ഒക്കെ നേരിടാനുള്ള വേഷഭൂഷാദികളൊക്കെ അണിഞ്ഞ് ഏറ്റവും മുമ്പിൽ തന്നെ ചെന്നിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗം സാഗൂതം കേൾക്കുകയും ചെയ്തു. അതേപോലെ വലിയ ഗംഭീര പ്രസംഗമായിരുന്നു മോദിയുടേത്. അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ശശി തരൂരിന് തോന്നി ഗംഭീര പ്രഭാഷണം ആണെന്ന്. കോൺഗ്രസിനെയും ജവഹർലാൽ നെഹ്റുവിനെയും ഒക്കെ പരോക്ഷമായി വിമർശിക്കുന്ന ചില ഭാഗങ്ങൾ ശശി തരൂരിനെ ഹഠാത് ആകർഷിച്ചത്. ഒപ്പം തന്നെ മെക്കാളെ പ്രഭു അടിച്ചേൽപ്പിച്ച ആ കൊളോണിയൽ അടിമത്ത മനോഭാവത്തിൽ നിന്ന് 10 വർഷത്തിനകം ഇന്ത്യയെ മോചിപ്പിക്കുമെന്ന് മോദി ഒരു പ്രതിജ്ഞ എടുത്തപ്പോൾ സത്യം പറഞ്ഞാൽ ശശി തരൂരിലെ ഇന്ത്യക്കാരൻ ഒന്ന് ഉണർന്ന് സടകുടഞ്ഞ് എഴുന്നേറ്റു. ഗണഗീതത്തിന്റെ 2 വരികൾ മനസ്സിൽ പാടുകയും ചെയ്തു. 11 വർഷം ഭരിച്ചതാ. ബ്രിട്ടീഷുകാർ അടിച്ചേൽപ്പിച്ച അടിമത്ത മനോഭാവം ഒന്ന് മാറ്റിയെടുക്കുന്നതിന് സമയം കിട്ടിയില്ല. വേറെ ഒത്തിരി ജോലി തിരക്കുകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അതൊക്കെ ഒന്ന് മാറി നമുക്ക് പാകത്തിലുള്ള ഒരു തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കിട്ടിയത് വലിയ സഹായമാവുകയും ചെയ്തു. ഇനി ഈ മെക്കാളെ പ്രഭു അടിച്ചേൽപ്പിച്ച ഈ അടിമത്ത മനോഭാവം അടുത്ത 10 കൊല്ലം കൊണ്ട് നമ്മൾ ചുരുട്ടിക്കൂട്ടി കടലിലിറങ്ങും. യാതൊരു സംശയവും വേണ്ട. അടുത്ത വർഷം കോൺഗ്രസിന്റെ വർക്കിംഗ് കമ്മിറ്റി ഉണ്ടായിരുന്നു, പ്രവർത്തക സമിതി. അതിൽ അദ്ദേഹം അംഗമാ. നമ്മുടെ ശശി തരൂർ കോൺഗ്രസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ച് തോറ്റപ്പോ പാർട്ടി കൊടുത്തൊരു പദവിയാണ് പ്രവർത്തക സമിതിയിലെ അംഗത്വം. SIR-നെ കുറിച്ച് അല്ലെങ്കിൽ തീവ്ര വോട്ടർ പട്ടിക പരിഷ്കരണം, അതിനെതിരെ ധാരാളം പരാതികൾ ഉയർന്നിരിക്കുന്ന സമയമാണ്. BJP ഒഴിച്ചുള്ള എല്ലാ പാർട്ടികളും അതിനെ ശക്തമായിട്ട് എതിർക്കുകയാണ്. പലരും അതിനെതിരായിട്ട് കോടതിയിൽ പോയിരിക്കുക. ഈ സാഹചര്യത്തിൽ ഈ വോട്ടർ പട്ടിക പുതുക്കലിനെതിരെ രാജ്യവ്യാപകമായി നടത്തേണ്ട പ്രക്ഷോഭ പരിപാടികളെ കുറിച്ച് ആലോചിക്കാനും തീരുമാനിക്കാനുമാണ് കോൺഗ്രസിന്റെ പ്രവർത്തക സമിതി ചേർന്നത്. ശരി, അതിനെന്തിനാണ് ശശി തരൂർ പങ്കെടുക്കുന്നത്? ഈ വോട്ടർ പട്ടിക പരിഷ്കരണം എന്ന് പറഞ്ഞാല് അത് നരേന്ദ്രമോദിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയമാണ്. നരേന്ദ്രമോദിയും അമിത്ഷായും കൂടെ കണ്ടുപിടിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ബീഹാറിൽ ജയിച്ചതിന്റെ ഒക്കെ പിന്നിലെ ഒരു പ്രധാനപ്പെട്ട കാരണം അതായിരുന്നു. വോട്ടർ പട്ടിക പരിഷ്കരിച്ചു, അർഹതയുള്ള പലരെയും പട്ടികയിൽ നിന്ന് നീക്കി, അർഹതയില്ലാത്തവരെ തിരികെ കയറ്റി, അങ്ങനെ ഒരു പുതിയ നവീന പത്രിക വോട്ടർ പട്ടിക ഉണ്ടാക്കുക. അതാണ് അതിന്റെ ഉദ്ദേശം. അത് വളരെ ബോധപൂർവം BJP സർക്കാർ നടപ്പാക്കുന്നതാ. അതിനെ എതിർക്കാൻ, അതിനെതിരെ പ്രക്ഷോഭം നടത്താൻ, അതിനെക്കുറിച്ച് ആലോചിക്കാൻ ചേരുന്ന യോഗത്തിൽ എന്തിനാണ് ശശി തരൂർ പങ്കെടുക്കുന്നത്? അദ്ദേഹം അങ്ങോട്ട് പോയേയില്ല, ആ വഴിക്ക് തിരിഞ്ഞു നോക്കിയതേ ഇല്ല. തണുപ്പാണല്ലോ, അല്ലെങ്കിൽ ജലദോഷവും ചുമയൊക്കെ ഉണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ചുക്ക് ചേർത്ത ഒരു കരിപ്പട്ടി കാപ്പിയും കുടിച്ച് പുതച്ചു മൂടി കിടന്നു. അപ്പോഴാണ് ഓർത്തത്, ശിടാ മോദിയെ കുറിച്ചൊരു പ്രശംസാവചനം നമുക്ക് ട്വിറ്ററിൽ, പഴയ ട്വിറ്റർ X-ൽ കൊടുക്കണമല്ലോ. അപ്പൊ തന്നെ എഴുന്നേറ്റ് മോദിയുടെ 4 ചിത്രങ്ങൾ, ഈ ഗോയങ്ക സ്മാരക പ്രസംഗം നടത്തുന്നതിന്റെ 4 ചിത്രങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ പ്രഭാഷണത്തെ അട്ടിമൂട്ടി പ്രകീർത്തിച്ചുകൊണ്ട് ഒരു കുറിപ്പ് X-ൽ പോസ്റ്റ് ചെയ്തു.
കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി ചേർന്നുകൊണ്ടിരുന്ന അതേ സമയത്ത് തന്നെയാണ് ശശി തരൂർ എക്സിൽ ഈ പോസ്റ്റ് ഇട്ടതെന്ന് ഡൽഹിയിലെ ചില മാപ്രകള് കണ്ടെത്തിയിട്ടുണ്ട്. ഈ പോസ്റ്റിംഗ് കഴിഞ്ഞ ഉടനെ ഒരു കപ്പ് കരിപ്പട്ടി കാപ്പിയുടെ കുടിച്ചിട്ട് അദ്ദേഹം കിടന്ന് ഉറങ്ങുകയും ചെയ്തു. ഈ അടുത്ത കാലത്ത് നമ്മുടെ രാഷ്ട്രീയ മണ്ഡലത്തിൽ ഇന്ത്യൻ രൂപയേക്കാൾ ഏറ്റവും വിലയിടിഞ്ഞ ഒരു നാണയമാണ് ശശി തരൂർ. 2009 അദ്ദേഹം വരുമ്പോൾ എന്തൊക്കെയായിരുന്നു? പ്രഭാഷകൻ, ബുദ്ധിജീവി, ചിന്തകൻ, എഴുത്തുകാരൻ, അങ്ങനെ വലിയൊരു പരിവേഷവുമായിട്ടാണ് അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാനായിട്ട് വരുന്നത്. UN അദ്ദേഹം അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു. 19 അണ്ടർ സെക്രട്ടറി ജനറൽമാരുണ്ട്. അദ്ദേഹം ഈ പബ്ലിക് റിലേഷൻസിന്റെയും കമ്മ്യൂണിക്കേഷന്റെയും ഒക്കെ ചുമതല വഹിച്ചിരുന്ന അണ്ടർ സെക്രട്ടറി ജനറൽ ആയിരുന്നു. സാധാരണ UN അണ്ടർ സെക്രട്ടറി ജനറലായി വിരമിച്ച ഒരാൾക്ക് കിട്ടുന്നതിനേക്കാൾ വലിയ പ്രാധാന്യമാണ് ശശി തരൂറിന് ഇന്ത്യയിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ, തിരുവനന്തപുരത്ത് ലഭിച്ചത്. അങ്ങനെയാണ് അദ്ദേഹം അനായാസം MP ആയത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴ് എണ്ണം പറഞ്ഞ ഒരു സ്തുതിപാഠകനായി, മോഡിയുടെ, BJPയുടെ, അവരുടെ സർക്കാരിന്റെ ഒരു വാഴ്ത്തുപാട്ടുകാരനായി മാറിയിരിക്കുകയാണ്. ചില ആളുകളുണ്ട്, ഞാൻ എന്തോ ആണ് എന്നൊരു തോന്നല് ഉണ്ടായി കഴിഞ്ഞാൽ ആളാകെ അങ്ങ് മാറും. സത്യം പറഞ്ഞാൽ ശശി തരൂറിന് അതാണ് പറ്റിയത്. അദ്ദേഹം ഈ UN പരിവേഷവുമായിട്ട് വന്നപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ സ്വീകരിച്ചതാണ്. അദ്ദേഹത്തിന്റെ ഗ്ലാമർ, അദ്ദേഹത്തിന്റെ ഇംഗ്ലീഷ് പരിജ്ഞാനം, അദ്ദേഹത്തിന്റെ പ്രസംഗം, ഇതൊക്കെ കണ്ട് അദ്ദേഹത്തെ സ്വീകരിച്ചതാണ്. അപ്പൊ അദ്ദേഹത്തിന് തോന്നിപ്പോയി നമ്മൾ എന്തോ ആണെന്ന്. നമ്മളെന്താ രാഹുൽ ഗാന്ധിയേക്കാൾ മോശമാണോ? ബുദ്ധിക്ക് എന്തെങ്കിലും കുറവുണ്ടോ? രാഹുൽ ഗാന്ധി സംസാരിക്കുന്നതിനേക്കാൾ മികച്ച ഇംഗ്ലീഷിൽ ഞാൻ സംസാരിക്കുന്നില്ലേ? എനിക്കെന്താ രാഹുൽ ഗാന്ധിയുടെ അത്രയും ഗ്ലാമർ ഇല്ലേ? KC വേണുഗോപാൽ കേരളത്തിൽ നിന്നുള്ള MP, അദ്ദേഹം ഇവിടെ AICCയുടെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ആയിട്ട് നിൽക്കുക. അപ്പൊ തനിക്ക് എന്താവുന്ന AICC പ്രസിഡന്റ് ആയിക്കൂടെ? അങ്ങനെ ഒരു തോന്നലുണ്ടായി. രാഹുൽ ഗാന്ധി രാജിവെച്ച് നിൽക്കുന്ന ഒരു ഒഴിവാ, അപ്പൊ അവിടേക്കൊന്ന് മത്സരിച്ചാലോ എന്നൊരു തോന്നലുണ്ടായി. നമുക്കിതൊക്കെ ആവും എന്നൊരു വിചാരം വരുമ്പോഴാ ഇങ്ങനെയൊക്കെയുള്ള ആലോചനകൾ ഉണ്ടാവുന്നത്. മത്സരിച്ചു, അങ്ങോട്ടേ ചെയ്യില്ല, ചില്ലറ വോട്ട് മാത്രമേ കിട്ടിയുള്ളൂ. അത് കഴിഞ്ഞ് കേരള മുഖ്യൻ എന്ന പദവി അദ്ദേഹത്തെ മാടി മാടി വിളിച്ചു. കേരളത്തിലെ കോൺഗ്രസിലെ ഒരു നേതൃസ്ഥാനത്തേക്ക് ഒരു ചെറിയ വിടവുണ്ട്, അവിടേക്ക് കയറി നിന്നാലോ, ഒന്ന് മുഖ്യമന്ത്രി ആയാലോ. അദ്ദേഹം തന്നെ കോഴിക്കോട്ടേക്ക് പോയി മുസ്ലിം ലീഗ് നേതാക്കളെയൊക്കെ കണ്ടു. പിന്നീട് ചില മതമേലധ്യക്ഷന്മാരുമായിട്ടൊക്കെ കൂടിക്കാഴ്ച നടത്തി. പെരുന്നയില് NSSന്റെ ആസ്ഥാനത്ത് പോയി. അങ്ങനെ ഒരു കളമൊരുക്കൽ അദ്ദേഹം നടത്തി നോക്കി. പക്ഷെ അതും അങ്ങോട്ട് ഏശിയില്ല. കേരളത്തിലെ ഈ രാഷ്ട്രീയം എന്നൊക്കെ പറഞ്ഞാലേ താഴെ ലെവലിൽ നിന്ന് പ്രവർത്തിച്ചു വരുന്നവരാണല്ലോ ഇവിടെ നേതാക്കന്മാരായിട്ടുള്ളത്. അല്ലാതെ ജീവിതത്തിന്റെ നല്ല കാലത്ത് UN ഭാരിച്ച ശമ്പളം വാങ്ങുന്ന ഉദ്യോഗം ഭരിച്ചതിന് ശേഷം ഇവിടെ വന്ന് ജനങ്ങളെ അങ്ങ് സേവിക്കാം, ബാക്കിയുള്ള സമയം മുഴുവൻ സേവിച്ചേക്കാം എന്ന് വിചാരിച്ചാല് കേരളത്തിലെ ജനങ്ങൾ അങ്ങനെ അങ്ങോട്ട് അംഗീകരിച്ചു കൊടുക്കത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചു പോയത്. അതിനുശേഷം ഈ സിന്ദൂർ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇന്ത്യ, നമ്മുടെ മോദി മുൻകൈയെടുത്ത് വിവിധ രാജ്യങ്ങളിലെ, വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യയിൽ നിന്നുള്ള പ്രതിനിധികളെ ഒരു ഡെലിഗേഷനെ അയച്ചു. അതിലെ പ്രതിപക്ഷ അംഗങ്ങളും ഉണ്ടായിരുന്നു. അതിൽ കോൺഗ്രസിൽ നിന്ന് മോദി തെരഞ്ഞെടുത്തത് ശശി തരൂറിനെയാണ്. പക്ഷെ കോൺഗ്രസ് നിർദ്ദേശിച്ച വേറെ ചില ആളുകളെയാണ്. പക്ഷെ അതല്ല മോദി സ്വീകരിച്ചത്. അദ്ദേഹം ശശി തരൂറിനെ അമേരിക്കയും മറ്റും സന്ദർശിച്ച ഡെലിഗേഷന്റെ ചീഫായി തെരഞ്ഞെടുത്തു. അവരവിടെയൊക്കെ പോയി കേട്ടോ. അവിടുത്തെ രാജ്യത്തെ ചില ഉദ്യോഗസ്ഥന്മാരുമായിട്ടൊക്കെ സംസാരിച്ചു. സിന്ദൂറിന് ശേഷം അവർക്ക് ഇന്ത്യയോടുണ്ടായ മനോഭാവത്തിൽ നമുക്ക് അനുകൂലമായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വന്നിട്ടുണ്ടോ എന്ന കാര്യം നമുക്കാർക്കും അറിയത്തില്ല. എന്തായാലും അതോടെ നമ്മുടെ തരൂർജി BJPയുമായിട്ട് വല്ലാതെ അടുക്കാൻ തുടങ്ങി. നേരത്തെ തന്നെ ഉണ്ട്, ഇടയ്ക്കിടയ്ക്ക് ഓരോ വെടികൾ അങ്ങനെ പൊട്ടിക്കും, ഓരോ പ്രസ്താവനകൾ, കോൺഗ്രസിന് തലവേദന ഉണ്ടാക്കാവുന്ന ഓരോരോ പ്രഖ്യാപനങ്ങൾ, അതങ്ങനെ ചെയ്തുകൊണ്ടിരുന്നതാണ്. അങ്ങനെ ഞാനങ്ങനെ ഒരു പൂർണ്ണ കോൺഗ്രസ്സുകാരനൊന്നുമല്ല, ഞാൻ അവൈലബിൾ ആണ് എന്നൊരു തോന്നൽ അദ്ദേഹം ഉണ്ടാക്കിയിരുന്നു. അതിനെ തുടർന്നാണ് വിദേശ ഡെലിഗേഷനിലേക്ക് മോദി അദ്ദേഹത്തെ തിരഞ്ഞെടുക്കുന്നത്. പക്ഷെ അതിനുശേഷം അടുപ്പം കുറച്ചുകൂടെ അങ്ങോട്ട് വർദ്ധിച്ചു, ഒരു അന്തർധാര അല്പം കൂടുതലായി. അതിനുശേഷം നമ്മളൊക്കെ വിചാരിച്ചത് ഏതോ ഒരു വലിയ പദവി അദ്ദേഹത്തെ തേടി വരുന്നുവെന്ന, ഉപരാഷ്ട്രപതിയാകുമെന്ന് കേട്ടു. അത് കഴിഞ്ഞ് ചീനയിലോ അമേരിക്കയിലോ ഇന്ത്യയുടെ സ്ഥാനപതിയാകുമെന്നുള്ള ഊഹാപോഹങ്ങൾ ഉണ്ടായി. മറ്റേതോ ഉയർന്ന സർക്കാർ പദവി അദ്ദേഹത്തിന് ലഭിച്ചേക്കും, അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിലെ ഇന്ത്യയുടെ ഒരു റോവിംഗ് അംബാസഡറായിട്ട് അദ്ദേഹം നിയമിതനാകും, ഇന്ത്യക്ക് വേണ്ടി സംസാരിക്കാൻ വിവിധ വേദികളില്, വിവിധ രാജ്യങ്ങളില് എന്നൊക്കെയുള്ള വർത്തമാനങ്ങളൊക്കെ നമ്മൾ കേട്ടതാ. പക്ഷെ ഒന്നും അങ്ങോട്ട് നടന്നില്ല. അപ്പൊ അദ്ദേഹം ഒന്ന് നിശബ്ദനായി. അതിനുശേഷമാണ് വീണ്ടും കോൺഗ്രസിനെ ബുദ്ധിമുട്ടിലാക്കാനുള്ള ചില പ്രസ്താവനകളുമായിട്ട് അദ്ദേഹം രംഗത്ത് വന്നത്. 2009 അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിക്കാൻ വരുമ്പോൾ സോണിയാഗാന്ധിയാണ് കോൺഗ്രസിന്റെ പ്രസിഡന്റ്. സോണിയാഗാന്ധി എന്ന് പറയുന്നത് നെഹ്റു കുടുംബത്തിലെ ഒരു കന്യയാണ്. മോട്ടിലാൽ നെഹ്റു, ജവഹർലാൽ നെഹ്റു, ഇന്ദിരാഗാന്ധി, രാജീവ് ഗാന്ധി, പിന്നീട് സോണിയാഗാന്ധി, പിന്നെ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി. അങ്ങനെയാണല്ലോ ഈ
കോൺഗ്രസിലെ കുടുംബവാഴ്ചയെ കുറിച്ച് വിമർശകര് പറയുന്നത്. അതിന്റെ ഒരു ഭാഗമായിരുന്നു സോണിയാഗാന്ധിയും. പോരാഞ്ഞ ഒരു ഇന്ത്യക്കാരി പോലുമല്ല, ഒരു വിദേശ വനിതയാണ്. അങ്ങനെ വിദേശ വനിതയായ ഈ കോൺഗ്രസ് കുടുംബത്തിൽപ്പെട്ട അല്ലെങ്കിൽ ഈ വംശാവലിയിൽ ഉൾപ്പെടുന്ന സോണിയാഗാന്ധി പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് യാതൊരു വിഷമവും കൂടാതെ അദ്ദേഹം തിരുവനന്തപുരത്ത് മത്സരിച്ചതും ജയിച്ചതും പിന്നീട് മത്സരിച്ചതും ജയിച്ചതും. പക്ഷെ അടുത്ത കാലത്തായിട്ട് അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട കാര്യം കണ്ടുപിടിച്ചു, കോൺഗ്രസ് ഒരു കുടുംബവാഴ്ചയാണെന്ന്. അതുവരെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് യാതൊരു ഗ്രാഹ്യവും ഉണ്ടായിരുന്നില്ല. പെട്ടെന്ന് കോൺഗ്രസിലെ കുടുംബവാഴ്ച അദ്ദേഹം അതിന്റെ വലിയൊരു വിമർശകനായി. പിന്നീട് ലാൽകൃഷ്ണ അദ്വാനി അദ്ദേഹത്തിന്റെ ജന്മദിനമായപ്പോൾ അദ്ദേഹത്തെ പ്രകീർത്തിച്ചുകൊണ്ട് ഒരു സന്ദേശം അല്ലെങ്കിൽ ഒരു സോഷ്യൽ മീഡിയയിലെ ഒരു പോസ്റ്റ്, അതായത് രഥയാത്ര നടത്തിയതിന്റെയും അതിന്റെ പിന്നാലെ ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെയും പേരിൽ LK അദ്വാനിയെ മാത്രം കുറ്റം പറയരുത് എന്നായിരുന്നു അദ്ദേഹത്തിന്റെ പണ്ഡിതോചിതമായ ഒരു ഉപദേശം ഇന്ത്യക്കാർക്ക്. അതായത് അദ്വാനിയെ പോലുള്ള ദേശീയ നേതാക്കളെ ഒരു സംഭവത്തിന്റെ പേരിൽ മാത്രം നമ്മൾ കുറ്റം ചാർത്തരുത്. ജവഹർലാൽ നെഹ്റുവിന്റെ കാലത്ത് ചൈനയുമായിട്ട് യുദ്ധമുണ്ടായി, ഇന്ത്യക്ക് പരാജയം സംഭവിച്ചു. അത് കഴിഞ്ഞിട്ട് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണ് അടിയന്തരാവസ്ഥ ഉണ്ടായത്. അതിന്റെ പേരിൽ മാത്രമായിട്ട് നമ്മൾ അവരെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്ന് പറയുന്നത് പോലെ ഈ ബാബരി മസ്ജിദ് പൊളിച്ചതിന്റെ പേരിൽ മാത്രമായിട്ട് നമ്മൾ LK അദ്വാനിയെ കുറ്റപ്പെടുത്താൻ പാടില്ല എന്നായിരുന്നു അദ്ദേഹത്തിന്റെ ഒരു അഭിപ്രായം. അത് കഴിഞ്ഞ് ബീഹാർ ഇലക്ഷൻ റിസൾട്ട്സ്, അതിൽ മോദിയെ അല്ലെങ്കിൽ NDA വല്ലാതെ പ്രശംസിച്ചു. സ്ത്രീകളുടെ വോട്ട് കൂടുതലായിട്ട് കിട്ടിയതിനെ കുറിച്ച് പ്രകീർത്തിച്ചു. ഇപ്പൊ ഏറ്റവും അവസാനം അദ്ദേഹം മോദിയുടെ ഒരു സാധാ പ്രസംഗത്തെ, ഗോയങ്ക സ്മാരക പ്രഭാഷണത്തെ കുറിച്ച് അത്യുജ്വലമായ വടിവത്ത ഇംഗ്ലീഷിലുള്ള ഒരു പ്രശംസാ ഗാനം രചിച്ചിരിക്കുകയാണ്. സത്യം പറഞ്ഞാൽ എല്ലാവരും ചോദിക്കും, ശശി തരൂരിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ശശി തരൂരിന്റെ ഉദ്ദേശം എന്താണ്? അദ്ദേഹം കോൺഗ്രസിൽ നിന്ന് പോകുന്നുമില്ല, കോൺഗ്രസിനെ അതിന്റെ ചരിത്രത്തെ ഒക്കെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് അദ്ദേഹത്തിന്റെ മനസ്സിലിരിപ്പ്? അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും കോൺഗ്രസ് വിട്ടൊന്ന് പുറത്തു പോകണം. പക്ഷേ സ്വയം പോകാനില്ല. സ്വയം രാജിവെച്ച് പോയാൽ അദ്ദേഹത്തിന്റെ MP സ്ഥാനം അങ്ങ് നഷ്ടപ്പെടും. അതുകൊണ്ട് കോൺഗ്രസ് അദ്ദേഹത്തെ ഒന്ന് പുറത്താക്കണം, ഒന്ന് പുറത്താക്കി കിട്ടണം. അതിനുവേണ്ടിയുള്ളതാണ് ഇപ്പോൾ അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്ന നാടകങ്ങൾ. ആ ഒരു ലക്ഷ്യം നേടാനുള്ള ജൽപ്പനങ്ങൾ മാത്രമാണ് ശശി തരൂരിൽ നിന്ന് ഉണ്ടാവുന്നത്.